അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രമാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർ എന്നവര് മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖിക. അല്ലാഹുവേ, എൻ്റെ മകൻ ഉമർ ഇബ്നു ദർ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലാഹുവേ, ഞാനത് എൻ്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവുമുണ്ടെങ്കിൽ എൻ്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എൻ്റെ മോൻ ഉമർ ഇബ്നു ദർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാ മഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമി. രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മോൻ എൻ്റെ മുമ്പിൽ നടക്കും. വമാ മശാ മഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഇ. പകല് നടക്കുകയാണെങ്കിൽ എൻ്റെ മോൻ എൻ്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അല്ലാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്. ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. എന്നിട്ട് തൽഖീൻ ചെല്ലുന്ന പോലെ ഉമർ ഇബ്നു ദർ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്: മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ, രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക. 2, പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ഏറ്റവും വെളിച്ചൊക്കെ ഉള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. 3, എന്ത് ചെയ്യാൻ പറ്റുന്നു? മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയുമെന്നറിയില്ല. പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് നിസ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറിച്ച് നോക്കാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ നോക്കുക, ഒരാളുടെ മുഖത്തേക്ക് തന്നെ അങ്ങ് തുറിച്ചിങ്ങനെ എന്തോ ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു. ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്. ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, ബാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല. എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ. ബാപ്പയെ നോക്കി പേടിപ്പിക്കുക, ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറിച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത്. അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറിച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്. വല്ല ചുമരുമൊക്കെ തുറിച്ചു നോക്കുക എന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്നാണ്. ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. ഉസ്താദുമാരൊക്കെ ദുആരക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം. നിങ്ങൾ ദുആരക്കുന്ന കൂട്ടത്തിൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, ദുആരന്നിട്ട് ഇടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ് വേണം. അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാലിദൈനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ആദ്യം ഒരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹുമാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ എന്ന് പറയാവൂ. ദ്വാരക്ക് ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ ദ്വാരക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ. മർജിഅ് ഉണ്ടാവില്ല. ഈ ദമീർ എങ്ങട്ടാ മടങ്ങുന്നത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ് പറയണം.
മാതാപിതാക്കൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ അങ്ങനെ പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ ദമീർ പറയുമ്പോൾ ഇതിന്റെ മർജിഅ പറയണം, മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞു പോരുന്നത്. അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തന്നെ അത് വരയ്ക്കേണ്ടത്. ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയുള്ള ദിവസമാണല്ലോ. ഈ ഖുതുബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. അത് കഴിഞ്ഞിട്ടല്ലേ ഇഖാമത്ത് കൊടുക്കുക. നമ്മൾ ഖത്തീബ് ഉസ്താദുമാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും എന്ന് പറയും. അങ്ങനെ 3 കാര്യങ്ങളാണ് അല്ലാഹ് അംർ ചെയ്യുന്നത്, 3 കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ, അദ്ൽ ഇഹ്സാൻ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇത് 3ഉം ചെയ്യരുത്. അപ്പോൾ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാണെങ്കിൽ വൽ ബഗി യഅ്ലുക്കും, അങ്ങനെയല്ല, വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽ ബഗി യഅ്ലുക്കും പോവരുത്, വൽ ബഗി ബാക്കക്ക് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി അടക്കട്ടെ. അങ്ങനെയാണത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിൻ്റെ ആ ഒരു ഘടനയിലും അത് അസുഖകരമായ അർത്ഥം വരും. അത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയുണ്ട്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, പടച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ. എൻ്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. 4 മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക. പിന്നെ വഅലാണ്, നാളെ മറ്റന്നാൾ 4 ദിവസം ഇവിടെ വഅലുണ്ട്. നമ്മൾ സംഭാവന ചെയ്യണം. നമ്മൾ ഈ ബക്കറ്റ്, എന്താ ബക്കറ്റ് അവിടെ വന്ന് നിന്നു പോയത്, അത് അല്ലേ സംഭാവന വേണ്ടേ? ആരുമില്ലല്ലോ. ഇങ്ങനെ ഒരു മാഷാ അല്ലാഹ് എല്ലായിടത്തും ബക്കറ്റ് വേഗം വരും. പെട്ടെന്ന് വരും. എല്ലാവർക്കും സ്വതക്ക ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. എന്തെങ്കിലും കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഉമ്മ വാപ്പമാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്താ കാര്യം എന്നറിയാം, നിങ്ങൾക്കും കിട്ടും, ഉമ്മാക്കും വാപ്പാക്കും അതിൻ്റെ കൂലി കിട്ടും. അല്ലേ, അതിനുള്ള ബക്കറ്റ് തന്നെയല്ലേ? ആണോ? അതിന് പോയി വന്നതാണോ? പെണ്ണുങ്ങടുത്ത് പോയിട്ടുണ്ട്, ആണുങ്ങൾക്ക് കൂലിയിട്ടുണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും കൊടുക്കുക. അൽഹംദുലില്ലാഹ്, കൊടുത്തു ബിസ്മില്ലാഹ്. ആരെങ്കിലും സ്വതക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ, അങ്ങ് നിർബന്ധിക്കാനല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നല്ല നമ്മുടെ 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദഫ് സംഘമാണിത്. ഒരുപാട് പാവപ്പെട്ട യതീമക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, സേവനവും സുരക്ഷയും ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ഇൻഷാ അല്ലാഹ്. എന്നോട് കുമ്പോൾ തങ്ങളും പറഞ്ഞു അവർക്കൊക്കെ സഹായിക്കണമെന്ന് ആൾക്കാരോട് പറയണം, നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടി പറയാണ്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് സഹായിക്കണേ, നല്ല സഹായം കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യർഫഉ ദറജതൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്നഹ്. സ്വാലിഹായ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുമ്പോൾ അയാൾ പറയും, യാ റബ്ബി അന്നാലി ഹാദിഹി, എന്തേ റബ്ബേ എനിക്ക് സ്ഥാനം ഉയരാൻ കാരണം? സ്വർഗത്തിൽ
ഒരുപാട് തട്ടുകളുണ്ടെന്നാണ്. ഒരു ബിൽഡിങ്ങിന്റെ തട്ട് പോലെയല്ല, ഒരു തട്ടും അടുത്ത തട്ടുമിടയിലുള്ള വ്യത്യാസം മാ ബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്തേ പടച്ചവനെ എനിക്ക് ഒരു അപ്ഗ്രേഡ് തന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി വരും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സ്ഥാനമുയർന്നതാണ്. യാ ലഹ, എന്തൊരു ഭാഗ്യമാണതല്ലേ. ഖബറിൽ കിടക്കുന്ന വാപ്പയെ അല്ലാഹു തആല സ്ഥാനം ഉയർത്തുകയാണ്. കാരണം എന്തേ? ജീവിച്ചിരിക്കുന്ന മക്കൾ ദുആയിരക്കാണ്, പടച്ചവന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, മരിച്ചുപോയ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ സ്വീകരിക്കപ്പെടുമ്പോ ഉമ്മയുടെ ഉപ്പയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരു ആള് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന ഉമ്മി തൂഫിയത് അയംഫഉഹാ ഇൻ തസദ്ദഖ്തു അൻഹാ, എന്റെ ഉമ്മാക്ക് പകരം ഞാൻ സ്വതക്ക ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകാരപ്പെടുമോ? ഉമ്മ മരിച്ചുപോയി നബിയെ, ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ പറ്റുമോ? ഖാല നഅം, ഹബീബായ തങ്ങൾ പറഞ്ഞു, നഅം, അതെ. فإن لي مخرافا فأشهدك أني قد تصدقت به عنها. നബിയേ, എനിക്ക് നല്ലൊരു തോട്ടമുണ്ട്, നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടം, അതിനാണ് മിഹ്റാഫ് എന്ന് പറയുന്നത്. നല്ല പഴവർഗ്ഗങ്ങളുള്ളൊരു തോട്ടമുണ്ട്, ആ തോട്ടം ഉമ്മാക്ക് പകരമായി ഞാൻ സ്വതക്ക ചെയ്യുകയാണ് എന്ന് ഹബീബിനെ സാക്ഷിയാക്കി സ്വതക്ക ചെയ്തു. നമ്മളൊക്കെ പറയില്ലേ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, 10 സെന്റ് ഉമ്മാന്റെ പേരില്, ഈ തെങ്ങുന്തോട്ടം വാപ്പാന്റെ പേരില്, ഇത് ഭർത്താവിന്റെ പേരില്, ഇത് ഭാര്യയുടെ പേരില്, അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പള്ളികൾക്ക് വഖഫ് സ്വത്തുണ്ടായത്. ഇന്ന് നമ്മളെ അനങ്ങിയ അറബികളെ പിന്നാലെ പോവാണ്. അറബിനെ കിട്ടാറുണ്ടോ പള്ളി എടുക്കാൻ? അറബി ഉണ്ടോ മൂത്രപ്പുര ഉണ്ടാക്കാൻ? അറബി ഉണ്ടോ മക്കാം എന്നാക്കാൻ? നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്താലേ നമുക്ക് കൂലി കിട്ടൂ. നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുക, കൂലിയൊന്നും വേണ്ട, അത്യാവശ്യമായി എന്നാ വിചാരം. യാ അല്ലാ, ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് നമ്മൾ ഓടുകയാണ്, ആരെങ്കിലും സഹായിക്കാൻ പുറം നാട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടുകാരൊക്കെ മുമ്പ് ചെയ്ത അവരുടെയൊക്കെ തുച്ഛമായ ശമ്പളം കൊണ്ടുണ്ടാക്കിയ പള്ളികളല്ലേ നമ്മുടെ നാട്ടിലെ വലിയ ജുമുഅത്ത് പള്ളികളൊക്കെ. പൊന്നാനി പള്ളി മുതല്, കാസർഗോഡ് തളങ്കര പള്ളി മുതല്, നമ്മുടെ നാടുകളിലെ പഴയകാല പള്ളികളൊക്കെ ആ നാട്ടുകാരുണ്ടാക്കിയതല്ലേ. ഗൾഫിൽ നിന്ന് അറബികൾ കൊണ്ടെന്നാണോ? അല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ ചെയ്യും. അള്ളാഹു അതിന് തൗഫീക്ക് കൊടുക്കുന്നവർക്ക് അതിന് ഭാഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉമ്മയുടെ പേരിൽ നബിയേ, മദീനയിലെ ഏറ്റവും നല്ല കാരക്കുകൾ ഉണ്ടാകുന്ന തോട്ടം എന്റെ ഉമ്മയുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞു. വേറെ ഒരാൾ വന്ന് പറയുന്നു നബിയോട്, ഇന്ന ഉമ്മി സൽസുലിബത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്. നബിയേ, എൻ്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ്. ഹാർട്ട് അറ്റാക്ക് എന്നാ സ്വഹാബി പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് മരിച്ചു നബിയെ. ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക്. പക്ഷെ എനിക്ക് തോന്നുകയാണ്, ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സ്വതക്ക പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു. പക്ഷേ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു സുഹൃത്ത് വടകര ഭാഗത്ത്, യാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സയ്യിദന്മാരും സാദന്മാരൊക്കെ വലിയ മുഹബ്ബത്ത് ചെയ്യുന്ന ഒരു മഹാൻ. അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നുപോയി, ഞാനങ്ങോട്ട് വീണു, ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വിഷമം അതല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീണപ്പോഴേ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാനത് മരിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എൻ്റെ ബാലൻസിൻ്റെ എന്തോ കുഴപ്പമായിരുന്നു എന്ന് അറിഞ്ഞത്. എനിക്ക് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ കരയാണ്. റബ്ബേ, അങ്ങനെയൊക്കെ മരിക്കണ നേരത്ത് ഒറിജിനൽ മരണം നടക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മ വരാണ്ടായി പോവോ? അങ്ങനെ തലകറങ്ങി വീണപ്പോൾ എനിക്കത് ചൊല്ലാൻ തോന്നിയില്ലല്ലോ എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, കരയെന്നെയാണ് വിഷമിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആമീൻ. മരണസമയത്ത് കലിമ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം, അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനാന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ. ഞാൻ വിചാരിച്ച ആൾ വലിയ അള്ളാന്റെ വലിയാണ്. പക്ഷെ മരിക്കാൻ നേരത്ത് പറയാണ്, റബ്ബി വലംതനി, റബ്ബി വലംതനി, പടച്ചോനെ നീ എന്നോട് ഈ പണി കാണിച്ചല്ലേ, പടച്ചോനെ നീ എന്നെ ആക്രമിച്ചല്ലേ, അല്ലാഹുവേ നീ എനിക്ക് ദുൽമ ചെയ്തല്ലേ,
എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ ഇയാൾ ഇതാ പറയണത്, പടച്ചോനെ നീ എന്നെ കുഴക്കല്ലേ. അള്ളാഹുവിനെ പഴിചാരി മരിച്ചുപോയി. ആ സീന് കണ്ടതിന് ശേഷം എനിക്ക് മരണം പേടിയാണ് എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി, മില്യൺ കണക്കിന് കിതാബുകൾ, പേജുകൾ കിതാബ് എഴുതിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. എനിക്കതിന് ശേഷം പേടിയായി പോയി. നമ്മൾ വിചാരിക്കൂലേ നല്ല മനുഷ്യന്മാരൊക്കെ ശരിക്കും അങ്ങനെ തന്നെ നല്ല നിലക്ക് മരിക്കണ്ടേ, പക്ഷേ എന്തോ ഒരു കുരുത്തക്കേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. കലിമ ചൊല്ലാൻ പറ്റിയില്ല. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി. നബിയേ, എൻ്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയാതെ എൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബിയേ, ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. ആ ഉമ്മാക്ക് പകരം ഞാനൊരു സ്വതക്ക ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താൽ എനിക്ക് കൂലിയും എൻ്റെ ഉമ്മാക്ക് കൂലിയും അല്ലാഹു നൽകുമോ നബിയേ? ഖാല നഅം, അതെ അല്ലാഹു നിങ്ങൾക്കും കൂലി തരും ഉമ്മാക്കും കൂലി തരും. ഫതസദ്ദഖ അൻഹാ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് മറ്റൊന്നാണ്, മരിച്ചുപോയവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനി മറ്റൊന്ന്, മാതാപിതാക്കൾ മരിച്ചുപോയാൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടായിരുന്ന കൂട്ടുകാര്, ഉമ്മായുടെ കൂട്ടുകാരികള്, ഉപ്പായുടെ കൂട്ടുകാര്, നല്ല കൂട്ടുകാര്, കള്ളുടിയന്മാര് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചിലർക്ക്, അതല്ല നല്ല കൂട്ടുകാര്, ആ കൂട്ടുകാരോടുള്ള ബന്ധം സ്ഥാപിക്കുക, അവരോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോവുക. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരമാണ്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നല്ലോ, ഇന്നാ ബർറുൽ ബിർരി അൻ യസ്ല റജുലു അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയൽ അബൂ. വാപ്പ മരിച്ചു പോയതിനു ശേഷം വാപ്പയുടെ സ്നേഹിതന്മാരോട് ബന്ധം പുലർത്തുന്നത് വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ ചങ്ങാതിമാര് പറയും, ആ വാപ്പാക്ക് ബന്ദിയോടൊരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ വാപ്പാക്ക് മൊഗ്രാലൊരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, വാപ്പാക്ക് ബദിയെടുക്കയിൽ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. പോയി കാണുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയെ നേരാമണ്ണം നോക്കാൻ പറ്റിയിട്ടില്ല, ആ സങ്കടം തീർക്കാൻ ഇത് മതിയാകും. ഉമ്മ മരിച്ചുപോയി, ഉമ്മയുടെ കൂട്ടുകാരികൾ. രസകരമായ സംഭവം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു കഴുതപ്പുറത്ത് നടക്കുകയാണ്. അങ്ങനെ ഒരു അറാബി വരുന്നുണ്ട്. ആ അറാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരോട് സലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആ യമൻ എന്നൊരു ഉമ്മയെടുത്ത് വന്നപ്പോൾ ചോദിച്ചില്ലേ, എൻ്റെ ഉമ്മാക്ക് ഇത് മതിയോ ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കപ്പെട്ട സഹാബി. ഞാൻ സിയാറത്ത് ചെയ്തൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഷുഹദ, മക്കയിലെ ഷുഹദ എന്നുള്ള സ്ഥലത്താണ് അവരുടെ മഖബർ, ഒരു കെട്ടിന്റെ ഉള്ളിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പോ അവര് പറയാണ്, അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. ഏതോ ഒരു നാടൻ മനുഷ്യൻ, കാട്ടറബി. സലാം പറഞ്ഞിട്ടുള്ളൂ, കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് ഈ കഴുതകൾ കൊണ്ടുപോയിക്കോളി. തലപ്പാവും കൊടുത്തു, ഇത് നിങ്ങൾക്ക് തന്നെയാണ്, ഇത് എടുത്തോളി എന്ന് പറഞ്ഞ് തലപ്പാവും വെച്ചു കൊടുത്തു. കുറെ സമ്മാനം കൊടുത്തു. അപ്പോ മഹാനായ ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തുണ്ട്. അസ്ലഹക്കല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെയ്തതൊക്കെ നല്ല പണി തന്നെ. അറാബികൾക്ക് 10 റിയാൽ കൊടുത്താൽ തന്നെ ധാരാളമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും എങ്ങനെയുണ്ട്? നിങ്ങളൊരു സ്വിഫ്റ്റ് വാനിൽ പോവാണ്, വണ്ടി പോവാണ്, നിർത്തിയിട്ട് ഒരാൾ കാറേജ് കൊണ്ടുപോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നിന്റെ പേരിലാക്കി തരാം. മുലുക്കിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുത്തോ, വണ്ടി എടുത്തോ, പൈസയും ബാഗും ഒക്കെ കൊടുക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? അതും ഏതോ നാട്ടുമ്പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ. അപ്പൊ ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, അറാബികളല്ലേ, കുറച്ചു കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്, കുറച്ചു കൊടുത്താൽ തന്നെ സന്തോഷമാണ്, അവരോട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി, ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെ ഈ അറാബിന്റെ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചെയ്ത ഉപകാരമാണത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന അബറുൽ ബിർരി സുലത്തുൽ വലദി അഹ്ല ഉദ്ദി അബീഹി.
വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അബാഹാദാ ഖാന ബുദ്ദൽ ഉമർ, ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ അറാബിയുടെ വാപ്പ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. വാഹനം കൊടുത്തു, തലപ്പാവും കൊടുത്തു, എല്ലാം കൊടുത്തു, സ്നേഹം കൊണ്ട്. അതിന്റെ കൂലി ആർക്ക് കിട്ടി? ഉമർ എന്നവർ ചെയ്ത സ്വതക്ക പോലെ. ഇബ്നു ഉമർ എന്നവർക്ക് കൂലി കിട്ടി, വാപ്പ ഉമർ എന്നവർക്കും കൂലി കിട്ടി. മാതാപിതാക്കളുടെ മരണശേഷം മൻ അഹബ്ബ അയ്യസുല അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നൊന്നും അറിയില്ലായിരുന്നു, ഒരു വാദവും കേട്ടില്ല, ഞാനിട്ടത് ശ്രദ്ധിച്ചതുമില്ല, വാപ്പയെ നോക്കാനും പറ്റിയില്ല. വാപ്പ ഖബറിലാണ്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് മൻ അഹബ്ബ അൻ യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ സഹോദരന്മാര്, വാപ്പയുടെ കൂട്ടുകാര്, അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ്. മഹാനായ ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാം, മദ്ഹബിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ, മഹാനായ ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ്. അങ്ങനത്തെ ഒരു മാതാവിനോട്, പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്താലാ അവരുടെ ദേഷ്യം ഇല്ലാതെയാവുക? നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല, ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത്, മരിക്കണ കാലത്ത് വെറുപ്പാൻ, എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു. പിന്നെ ഉമ്മയും വാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കുകയും ചെയ്യരുത്. ശർഅ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട്. അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട്, ഒരു മകനോട് സ്നേഹം, മറ്റേ മകനോട് ദേഷ്യം, അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദുആ ചെയ്ത അള്ളാഹു ആ ദുആ സ്വീകരിക്കൂല. അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായ ഒരു മകനോട്, ഒരു മോളോട് ദേഷ്യമാണ്, അങ്ങനെ അവർ എന്ത് കഅബന്റെ കില്ല പിടിച്ചു ദുആയിരുന്നാലും അള്ളാഹു അതിന് ഉത്തരം കൊടുക്കൂല. മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് ദുആ ചെയ്യുമ്പോൾ, മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇമാം നബവി തങ്ങളോട് ചോദിക്കുകയാണ്, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് മരിച്ചുപോയി, അവര് മരിക്കുമ്പോൾ മകനോട് ദേഷ്യമാണ്. ആ ദേഷ്യം മാതാപിതാക്കളുടെ ആ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി? നാളെ പരലോകത്ത് അതിന്റെ മുത്താലബ, അള്ളാഹു നാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി യാതൊരു മറുപടിയാണ്. അമ്മാ മുത്താലബതുഹുമാ ലഹു ഫിൽ ആഖിറ ഫലാ ത്വരീഖ ഇലാ ഇബ്താലിഹാ. ദേഷ്യപ്പെട്ട് മാതാപിതാക്കൾ മരിച്ചുപോയി, ആ വിഷയം നാളെ അല്ലാഹു ആഖിറത്തിൽ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ലാ തുരീഖ ഇലാ ഇബ്താലിഹാ, അതില്ലായ്മ ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പറയുകയും, മാതാപിതാക്കൾ മക്കളോട് നന്നാവണം, നീ കള്ളുകുടിക്കല്ലേ, നീ മയക്കുമരുന്നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ, നീ മദ്യപാനിയായി മാറല്ലേ, നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക്, നീ വ്യഭിചാരത്തിന് പോവല്ലേ, ചീത്ത കൂട്ടുകാരുടെ കൂടെ പോവല്ലേ
എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ ഉഫില്ലകുമാ, നിങ്ങൾക്ക് ശാപമുമ്മ, നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഇന്നില്ലേ? ഖുർആൻ പറയും ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോവാ. ഉഫില്ലകുമാ അതഇദാനിനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. ഉമ്മയും ഉപ്പയും മുസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ദുആയിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും ഉപ്പയും. പക്ഷേ മക്കൾ നിരീശ്വരവാദികള്, മക്കള് പടച്ചോനില്ല എന്ന് പറയുന്നവര്. മോനെ നിസ്കരിക്കുക എന്ന് പറയുമ്പോ ആർക്കുമ്മ? അള്ളാഹ്ക്ക് മോനെ, അല്ല ഉണ്ടമ്മ, പടച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികള് ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് സൂറത്തുൽ അഹ്ഖാഫിൽ. ഉലൈക الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ ഉമ്മ നിങ്ങൾ മോശക്കാരിയാണ്, ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഉമ്മയെ പോലെയല്ലല്ലോ. എന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവന് ഐഫോൺ എക്സ്, ഐഫോൺ 10, ഐഫോൺ 11 എന്തെല്ലാം വാങ്ങിച്ചെടുത്തു. നിങ്ങളെന്താ എനിക്ക് ഫോൺ തരാത്തത്? നിങ്ങളെന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത്? നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ്. നിങ്ങളെന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത്? നിങ്ങളെന്താ എന്നെ ബാംഗ്ലൂർ കാണാൻ വിടാത്തത്, മൂന്നാറ് കാണാൻ വിടാത്തത്? ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയല്ലെന്നും പറയുന്ന +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുരക്ഷിതമാണ്, അവർ പരാജിതരാണ്. ഇന്നഹും കാനൂ ഖാസിരീൻ. 3 വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ, വമുദ്മിനുൽ ഖംർ കള്ളുകുടിയനായ ആള്, വൽമന്നാനു അതാഅഹു ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആള്. ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനെ, മുഴുകള്ളുകുടിയനായവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, ഇവരോട് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഭാഗത്തിന് നബി ഞങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയില്ല എന്നാണ്. ആ 3ലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ. 1 വദ്ദയ്യൂസ്, സ്വന്തം കുടുംബത്തിൽ അല്ലാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ, അവരെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. വറജലതു മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെപ്പോലെ ജീൻസ് ഇട്ടിട്ട്, ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചിട്ട്, ആണുങ്ങളെപ്പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവര് സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. വേറെ ഒരു 3 വിഭാഗത്തെ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, ഈ ആളുകളുടെ യാതൊരു ക്രയവിക്രയവും ഇബാദത്തോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ. വമന്നാൻ, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻ. വമുകദ്ദിബും ബിൽ ഖദ്രി, അല്ലാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള്, ഖദർ ഖദാഇനെ നിഷേധിക്കുന്ന ആള്.
മുഅ്മിനേ, അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാഹ്, നബിയേ, ഷഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേ, വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു നബിയേ, വസല്ലൈതുൽ ഖംസ, 5 നേരത്തെ നിസ്കാരം ഞാൻ മുറതെറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, വഅദ്ദൈതു സകാത മാലി, ഞാൻ എൻ്റെ സകാത്ത് കൊടുത്തു എന്നിരിക്കട്ടെ, വസുംതു റമദാൻ, റമദാൻ നോറ്റു എന്നിരിക്കട്ടെ, എന്താണ് നബിയേ എൻ്റെ അവസ്ഥ? ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടുമോ? ഇതാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ കാന മഅൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ യൗമൽ ഖിയാമ ഹാകദാ. ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ നാളെ അംബിയാഇന്റെ ശുഹദാഇന്റെ സിദ്ദീഖുകളുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നബി തങ്ങൾ പറഞ്ഞു, മാലം യഅഖ്വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ. ഇതൊക്കെ ചെയ്തു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ 2 വിരൽ നിൽക്കുന്ന പോലെ അംബിയാഇന്റെ സിദ്ദീഖീങ്ങളുടെ അല്ലാഹുവിന്റെ ശുഹദാഇന്റെ കൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കെതിൽ ദുആ ഇറക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഖിറവും പരാജയപ്പെട്ടു പോയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഒരു കേടായൊരു ദുആ വന്നു, ഭയങ്കര വിഷയമാണ്. ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത്. അല്ലാഹുവേ, ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, മോനെ നന്നാവണം, മോനെ, മോനെ നീ കേടുവരരുത്, മോനെ നിന്റെ കൂട്ടുകാര് മോശക്കാരാണ്, അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ. ആ പിതാവ് ഒരു ശപഥം ചെയ്തു, അല്ലാഹുവിനോട് ശപഥം ചെയ്തു, വല്ലാഹി, അല്ലാഹുവേ, ഞാൻ സത്യം ചെയ്യുകയാണ്, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ദുആ ചെയ്യും എന്റെ മകനെതിരായിട്ട്. പാപ്പയുടെ മുഖത്തടിച്ചു മകൻ. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദുആ ഇറക്കുന്നത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് 4 വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത്. മക്കയിലെ കഅബാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകന്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു. ഈ 4 വരി പാടി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. പിതാവിന്റെ ദുആ, ഹറമിൽ വെച്ചുള്ള ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നു. ഉടനെ തന്നെ ശിക്ഷ വരുന്നു. ഇത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. യാ മൻ ഇലൈഹി അതൽ ഹുജ്ജാജു ഖദ് ഖതഉ അർദൽ മഹാമതി മിൻ ഖുർബിൻ വമിൻ ബുഅദി ഇന്നി അതൈതുക യാ മൻ ലാ യുഖയ്യിബു മൻ യദ്ഉഹു മുബ്തഹിലൻ ബിൽ വാഹിദിസ് സമദി هذا منازل لا يرتد عن عققي فخذ بحقي يا رحمن من ولدي وشل منه بحول منك جانبه يا من تقدس لم يولد ولم يلد. ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ, ജന്മം നൽകപ്പെടാത്തവനെ, നീയായിട്ട് ആർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ, എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് റബ്ബേ വശുല്ല മിൻഹു
ബിഹൗലിൻ മിൻക ജാനിബഹു, എന്നോട് ചെയ്ത ദുൽമിന് പകരം അവന്റെ ഒരു ഭാഗം തളർത്തിക്കളയണേ. യാ മൻ തഖദ്ദസ ലം യൂലദ് വലം യലിദി. ആ ദുആ ചെയ്തപ്പോ തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണ് ഉണ്ടായത്. മരണം വരെ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല. പിതാവിന്റെ ഒരു ദുആയാണത്. സംസം കിണറ്, സംസമിന്റെ മഹത്വം നമുക്കറിയാം. എന്താ സംസം? സംസം എന്നത് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആഇന്റെ ഉത്തരമാണ്, അല്ലേ? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എൻ്റെ മക്കളെ ആരാരുമില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. സംസം തുആമു തുഅമിൻ വശറാബു ശുർബിൻ. അല്ലാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും പാനീയത്തിന് പാനീയമായും നൽകിയതാണ് സംസമെങ്കിൽ, സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ്. നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്, കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ചില റിവായത്തിൽ വലൗകാന കാഫിറൻ, ആക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ. ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ, യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വദഅവത്തുൽ വാലിദി അലാ വലിദിഹി, വാപ്പ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, ഉമ്മ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മാതാപിതാക്കളോട് ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മുസ്ലിമായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമ്മ അബൂ ഹുറൈറ തങ്ങളെപ്പോലെ തുടക്കത്തിലെ മുസ്ലിമത്തായവരല്ല. അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മ മുസ്ലിമല്ലാതിരുന്നപ്പോ അബൂ ഹുറൈറ തങ്ങള് നബിയോട് വന്ന് പരാതി പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ദുആ ചെയ്യണേ അല്ലാഹുവിനോട്. ഉമ്മയ്ക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന വിഷയം, മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കെങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല. അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കുക. റസൂലുള്ളാഹി തങ്ങളോട്, ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു, നബിയേ, എനിക്കങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് നബിയേ, എന്നാൽ എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്നു നബിയേ. അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ദുആ ഇരക്കാൻ വേണ്ടി പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കണം നമ്മള്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. നബിയെ ചീത്ത പറഞ്ഞിട്ട് ആ സങ്കടം കേൾക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബൂ ഹുറൈറ തങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ്. ഉമ്മ വസ്ത്രം മാറി മുഖമക്കനെ ധരിച്ച് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, അബ്ശിർ, സന്തോഷിച്ചോളൂ മോനെ, ഫഇന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണെന്നും അല്ലാഹു ഏകനായ സൃഷ്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ. നബി അവിടെ നിന്ന് ദുആയിരുന്നു. വന്നപ്പോഴേക്കും ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ച് ഹബീബിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നബിയേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്നെയും എൻ്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം. അതിനൊന്ന് ദുആ ഇരക്ക് നബിയേ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്.
ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, അല്ലാഹുവേ നിന്റെ അടിമയായ ഈ അബൂ ഹുറൈറയെ വ ഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ വഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾക്ക് സ്നേഹം, അബൂ ഹുറൈറ തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ ഖൽഖുൻ മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി. അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ, എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങളോട് വന്ന് ദുആയിരപ്പിച്ചു വാങ്ങിയതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നൽകട്ടെ. അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ ഹബീബിനെ കാണിച്ച് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ ദുആ ഇറക്കാൻ വസിയത്ത് ചെയ്തവര്, ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തവർ, ഉപകാരങ്ങൾ ചെയ്തവര്, അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന എല്ലാ മോശപ്പെട്ട വികാരങ്ങളും തോന്നലുകളും അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് നീക്കി നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബിയുടെ ദുആ ഇറക്കാൻ പ്രത്യേക വസിയത്തുണ്ട്. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ അക്രമികളുടെ വധശ്രമത്തിൽ അതീവ ഗുരുതരമായി തലക്കും കൈക്കും പരിക്കേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ബായാറിലെ ഒരു മദ്രസാധ്യാപകനുണ്ട്. അല്ലാഹുവേ, മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഐസിയുവിലാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ദുആ ഇറക്കാൻ വസിയത്തുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മാക്ക് സുഖമില്ല, ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സുഹൃത്തിന്റെ എളാപ്പാക്ക് സുഖമില്ല, ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തിന്റെ മൂത്താപ്പ അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കുളത്ത്. ഞങ്ങളുടെ സുഹൃത്ത് നാസറിന്റെ മുത്താപ്പയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ അല്ലാഹുവേ, മക്കളില്ലാത്തവർ മക്കളുണ്ടാവാൻ ദുആ ഇറക്കാൻ, റഹ്മാൻ റഹീമേ, വേദനയും അസുഖവും ശിഫയാവാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇറക്കാനൊക്കെ സംഭാവനകൾ ചെയ്തവര് നീ അറിയുന്നവനാണ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകളിൽ ഈമാൻ ഉറപ്പിക്കണേ റഹ്മാനെ. ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന എത്രയോ മുഅ്മിനാത്തുകൾ, ഈ പരിപാടി പിന്നീട് കേൾക്കുന്നവര് അല്ലാഹുവേ, സർവർക്കും നീ നിന്റെ എല്ലാ റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്ത മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ കോപമോ ശാപമോ കിട്ടുന്ന ദുരവസ്ഥകൾ ഒരാൾക്കും വരാതെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കു റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹാന്മാരായ ഉസ്താദുമാര്, സയ്യിദന്മാര്, ദീനിന്റെ ഖാദിമീങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അംബിയാ, മുർസലുകള്, സ്വാലിഹികള്, ആബിദീങ്ങള്, അല്ലാഹുവേ, ആലിമീങ്ങൾ, ശുഹദാക്കള്, സിദ്ദീഖീങ്ങളോടൊപ്പം സുഖലോക സ്വർഗത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഹബീബിനെ കാണാനുള്ള ഭാഗ്യം യഖ്ളത്തിലും മനാമിലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ മുത്തബിഅകളാക്കണേ റബ്ബേ. അവിടുത്തെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. അവിടുത്തെ ഇൽമ പഠിക്കുന്നവരാക്കണേ റബ്ബേ. ആ ഇൽമ കൊണ്ടുള്ള നൂറ് ഖൽബിലേക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ലാ തജ്അൽ ഇൽമനാ
ഹുജ്ജതൻ അലൈനാ യൗമൽ ഖിയാമ. അല്ലാഹുവേ അല്ലാഹുവേ, മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിന്റെ കൂടെ ഞങ്ങളെ മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികളുടെ കൂടെ, മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കൂടെ നിന്നെ കാണാൻ കഴിയുന്ന ഇല്ലീൻ എന്ന സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മക്കളിൽ കൺകുളിർമ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ സ്ഥാപനങ്ങളെ, മസ്ജിദുകളെ, അറബി കോളേജുകളെ, പള്ളി ദർസുകളെ, തീംഖാനകളെ, ദീനീ സ്ഥാപനങ്ങളെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക്, ലോകവിശ്വാസി സമൂഹത്തിന് നീ രക്ഷ നൽകണേ റബ്ബേ. ലോക മുഅ്മിനീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഭാരതത്തിന്റെ ഭരണാധികാരം ഈ ഉമ്മത്തിനോട്, ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ആർദ്രതയും കരുണയും ഉള്ളവരുടെ കൈകളിൽ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഭാരതത്തിന്റെ അഖണ്ഡതയും സ്നേഹവും കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന മതമൈത്രിയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന്റെ വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബേ. ഈ ഉമ്മത്തിന്റെ കലിമത്തിനെ വഹ്ദത്തിലേക്ക് കൊണ്ടുവരണേ തമ്പുരാനെ. ഹൃദയങ്ങൾക്കിടയിലുള്ള ഷഹനാ ബഗ്ളാകളെ ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. സ്നേഹം മൂട്ടി ഉറപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി, കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ സ്വർഗ്ഗം കണ്ട് ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, പരിചയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്നവരെ, അല്ലാഹുവേ, സർവ്വ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.